രാമദാസ് പറഞ്ഞതുപോലെ ഇതിനൊരു കോർഡിനേഷന്റെ ആവശ്യമില്ല. കോർഡിനേഷൻ ചെയ്താൽ രാമദാസിന്റെ ആ രീതി അനുസരിച്ച് പരിപാടി പ്രോഗ്രാം ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ നിരീക്ഷണം വളരെ കറക്റ്റാണ്. ഏതായാലും വളരെ സന്തോഷത്തോടു കൂടി എന്തെല്ലാം പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് ഒരേ സ്റ്റേജിൽ ഒരേ സമയത്ത്. അപ്പൊ നമ്മളൊക്കെ ഇവിടെ രാമദാസ് ക്ഷണിക്കുമ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഒരു മുൻ ധാരണയുണ്ട് ഈ പരിപാടി എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ അധ്യക്ഷനും ഉദ്ഘാടനവും സ്വാഗതവും തുടങ്ങി നന്ദി വരെയുള്ളത് രാമദാസ് ആയിരിക്കും എന്നുള്ള ഒരു നല്ല ബോധ്യം നമുക്കുണ്ട്. അപ്പം വളരെ മനോഹരമായി ഏറ്റവും വലിയൊരു ഘടകമാണ് ഇത്രയും ആളുകളെ വിളിച്ചിരുത്തി അവരെ എല്ലാ കാര്യത്തിലും തൃപ്തരാക്കി, ഭക്ഷണം മുതൽ ചായ മുതൽ കുട്ടികളുടെ കലാപരിപാടികളെല്ലാം തൃപ്തരാക്കി എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു പൂമരം മാഷ് എന്ന ഒരു പുതിയ പേര് അറിയപ്പെടുന്ന വിധത്തിൽ രാമദാസ് മാറി എന്നുള്ളതൊക്കെ വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഏതായാലും ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഒപ്പം പൂമരം മാഷക്ക് ദീർഘായുസ്സും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.